ഇതെങ്ങനെ സംഭവിച്ചു? അതായത് രോഗിയെ തൊട്ടില്ല, രോഗി മുന്നിൽ നിന്നും ചുമച്ചില്ല, അകലം പാലിച്ചു. എന്നിട്ടും ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് രോഗം വന്നിരിക്കുന്നു. ഇതിൻ്റെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തമാണിപ്പോൾ ജപ്പാൻ ലോകത്തിന് നൽകിയത്. കൊറോണ ഏറ്റവും ഭീകരമായി പരത്തുന്ന റൂട്ടാണ് ജപ്പാൻ കണ്ടുപിടിച്ചത്. മൈക്രോ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നാണ് കോവിഡ് പടരുന്ന പുതിയ റൂട്ടിൻ്റെ പേർ. ഇത് ജപ്പാനിലെ ശാസ്ത്രജ്ഞന്മാർ ശക്തിയേറിയ ക്യാമറയിലൂടെ ചിത്രീകരിക്കുകയായിരുന്നു. ഒരു രോഗിയെ അടച്ചിട്ട ഒരു മുറിയിൽ നിർത്തി തുമ്മിക്കുന്നു. തുടർന്ന് അത് ചില്ലുകൂട്ടിനകത്തിരുന്ന് ശാസ്ത്രജ്ഞന്മാർ ക്യാമറയിലൂടെ വീക്ഷിക്കുന്നു. ശക്തിയേറിയ മൈക്രോസ്കോപ്പ് ക്യാമറയിൽ കോവിഡ് വൈറസ് തുടർന്ന് ആ മുറിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ പകർത്തിയെടുത്തു. ലഭിച്ച ദൃശ്യങ്ങൾ ആരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഇതിനാൽ ശാസ്ത്രജ്ഞർ തിരഞ്ഞെടുത്തത് ഒരു വലിയ സ്കൂൾ ക്ലാസ് മുറിയുടെ വലിപ്പമുള്ള റൂമായിരുന്നു. ഇതിൽ 10 മനുഷ്യപ്രതിമകളെയും നിർത്തി, ഏകദേശം 2.5 മീറ്റർ അകലത്തിൽ. ആദ്യ 5 മിനിറ്റ് കൊണ്ട് മൈക്രോ ഡ്രോപ്ലെറ്റ് ആ ക്ലാസ് മുറിയുടെ പകുതി നിറഞ്ഞു. 15 മിനിറ്റ് കൊണ്ട് 80% ഭാഗത്തും നിറഞ്ഞു. 20 മിനിറ്റ് കൊണ്ട് ആ വലിയ ക്ലാസ് മുറിയുടെ മുഴുവൻ ഭാഗത്തും മൈക്രോ ഡ്രോപ്ലെറ്റുകൾ നിറഞ്ഞു. അതായത് 20 മിനിറ്റ് കൊണ്ട് ഒരു വലിയ ക്ലാസ് മുറി നിറയെ ഒരാൾ തുമ്മിയാലോ ചുമച്ചാലോ COVID-19 നിറഞ്ഞിരിക്കും. ഇതിൻ്റെ വീഡിയോ ശാസ്ത്രജ്ഞർ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതായത് 1.5 മീറ്റർ സാമൂഹിക അകലം COVID-19 ഒരു വിഷയമല്ല. 7 മീറ്റർ വരെ ചുറ്റളവിൽ അതിനു പകരാൻ 20 മിനിറ്റ് കൊണ്ട് സാധിക്കും. ഈ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും പ്രധാനം 20 മിനിറ്റ് വരെ COVID-19 വൈറസ് വായുവിൽ നിലനിൽക്കാൻ ആകും. അതേ 20 മിനിറ്റ് നേരം അന്തരീക്ഷത്തിൽ ഇതിന് നിലനിൽക്കാൻ സാധിക്കും. ആ 20 മിനിറ്റ് സമയത്ത് അതിൻ്റെ പരിസരത്തെല്ലാം വൈറസ് പറ്റിപ്പിടിച്ചിരിക്കുകയും ആയത് ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇനി അടുത്ത പരീക്ഷണം ഇങ്ങനെ. മൈക്രോ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന റൂട്ട് സംസാരിക്കുമ്പോൾ വായുവിലൂടെയും വരാം. ഇതും ജപ്പാനിലെ ശാസ്ത്രജ്ഞർ പരീക്ഷിച്ച് കണ്ടുപിടിച്ചിരിക്കുന്നു. 2 പേരെ മുഖാമുഖമിരുത്തി 1 മീറ്റർ അകലെ ഇരുത്തി സംസാരിപ്പിച്ചു. അവരുടെ വായിലെ മൈക്രോ ഡ്രോപ്ലെറ്റ് ക്യാമറകൾ ഒപ്പിയെടുത്തു. ഇതും ആ മുറി നിറയെ 20 മിനിറ്റ് കൊണ്ട് പരക്കുന്നു. അതായത് വായുവിലൂടെ ഇത് പകരുന്നു എന്ന വലിയ കണ്ടുപിടുത്തം തന്നെയാണ് ജപ്പാനിൽ നിന്നും വരുന്നത്. ഉച്ചത്തിൽ സംസാരിച്ചാലോ കൂടുതൽ ശക്തി കൊടുത്ത് സംസാരിച്ചാലോ മൈക്രോ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വരാം. വായുവിലൂടെ ഇത് പകരും. 20 മിനിറ്റ് വരെ ഇത് വായുവിലൂടെയും സഞ്ചരിക്കാനും നിലനിൽക്കാനും സാധിക്കും. ഇപ്പോൾ ജപ്പാനിലെ കണ്ടുപിടുത്തം ഒന്നുകൂടി പറയാം. അടച്ചിട്ട വലിയ മുറി മുഴുവൻ COVID-19 പടരാൻ 20 മിനിറ്റ് മതി. 20 മിനിറ്റ് അന്തരീക്ഷത്തിൽ ഇത് നിലനിൽക്കും. ഉച്ചത്തിൽ സംസാരിച്ചാലും ശബ്ദം പുറപ്പെടുവിക്കുമ്പോഴും കോട്ടുവ ഇടുമ്പോഴും മൈക്രോ ഡ്രോപ്ലെറ്റ് അണുക്കൾ അന്തരീക്ഷത്തിൽ പടരും. ഏതായാലും ഈ പുതിയ കണ്ടുപിടുത്തവും അറിവും മറ്റുള്ളവരിലേക്ക് എത്രയും വേഗം പങ്കുവയ്ക്കുക.